കുഴപ്പമില്ല. നമുക്ക് അവസാനം വരെയൊക്കെ കണ്ടോണ്ടിരിക്കാം. അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും തോന്നുന്നു. സാധാരണ തെലുങ്ക് മൂവീസ് കാണുന്ന അത്ര വൃത്തികേടൊന്നും തോന്നുന്നില്ല. പക്ഷേ അവസാനമൊക്കെ കൊണ്ടിലേക്ക് ഭയങ്കര ക്ലീശ ആയിരിക്കുന്നത്. കുഴപ്പമില്ല. ഒരു NTRന്റെ ഫാൻസിന് ചിലപ്പം നല്ല വർക്കായിരിക്കും. നമുക്കൊന്നും അങ്ങനെ കൊള്ളാൻ തോന്നുന്ന മൂവിയല്ല. എടുത്ത് പറയാൻ അതാണ് ഫാൻസിലേക്ക് ഇങ്ങനെ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ മാസമായിട്ടുള്ള മൂവീസ് ഇഷ്ടമുള്ളവർക്ക് ചില സീൻസൊക്കെ നല്ല ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര യുണീക്കായിട്ടൊന്നും ഒന്നുമില്ല. പോയി എന്ന് വേണം പറയാൻ. അത് വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല. സൈഫ് അലി ഖാൻ ഹീറോ എല്ലാം സൂപ്പർ. എനിക്ക് മ്യൂസിക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. മ്യൂസിക് അനിരുദ്ധിൻ്റെ മ്യൂസിക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചില പടങ്ങളിൽ കുറച്ചൊന്ന് ഡൗൺ ആയ പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല ഈ പടത്തിൽ. ദേവരയിൽ മ്യൂസിക്കാണ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ എല്ലാവരുടെ ആക്ടിങ് സൂപ്പറായിരുന്നു. ഫൈറ്റ്, സ്പെഷ്യലി ഫൈറ്റ് സീൻ, പിന്നെ എല്ലാം അടക്കം എല്ലാവരും മാസല്ലേ അടിപൊളിയാണ്. പിന്നെ ആ ഫൈറ്റും എല്ലാ ആക്ഷൻ സീനെല്ലാം അടിപൊളിയായിരുന്നു. മലയാളം ഡബിംഗ് അല്ലേ കണ്ടത്? മലയാളം ഡബിംഗാണ് അതിൻ്റെ ഒരു മലയാളം ഡബിങ്ങിൻ്റെ ഒരു പോരായ്മ. ഈ ബ്രഹ്മാണ്ഡ പടം നമുക്കിപ്പോൾ പെട്ടെന്ന് അവൈലബിൾ ആയത് അതായതുകൊണ്ടാണ്. എൻ്റെ ഒരു സമയം അതിനായതുകൊണ്ടാണ്. ശരിക്കും തെലുങ്കിൽ തന്നെ അല്ലെങ്കിൽ തമിഴിലൊക്കെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഫീൽ. അത്ര ഇമ്പാക്റ്റ് ഇല്ല. നമ്മൾ കറക്റ്റ് പടം അതിൻ്റെ സെയിം ലാംഗ്വേജ് കാണുന്ന ഒരു എഫക്റ്റ് എന്തായാലും അതിൽ ഡബിങ് മൂവിയാകുമ്പോൾ പടം ഒരു ആവറേജ് പടമാണ്. ഞാൻ മലയാളമാണ് കണ്ടത്. സോങ്സ് എല്ലാം അതുകൊണ്ട് തന്നെ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ കുറേ നെഗറ്റീവ് റിവ്യൂ കമൻറ്റ് അങ്ങനെ കുറേ വരുന്നുണ്ട്. അത്ര അങ്ങ് നെഗറ്റീവ് ആണെന്ന് പറയാനില്ല. പടം ഒരു ആവറേജ് പടം. തിയേറ്ററിൽ വന്ന് കാണാം. ഒരു തവണത്തേക്ക് ഒരു വൺ ടൈം ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ആക്ടേഴ്സിനെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കണ്ടിരിക്കുക ഒരു അങ്ങനെയുള്ളൊരു പടം. അതുകൊണ്ടിങ്ങനെ ഇരിക്കും അത്ര തന്നെ. പക്ഷേ സെക്കൻഡ് പാർട്ട് കാണാനൊന്നും തോന്നത്തില്ല. അവിടെ ഉള്ളത് പറയണം. സെക്കൻഡ് ഒന്നും കാണാൻ തോന്നില്ല. പ്രെഡിക്റ്റബിളാണ്, പക്ക പ്രെഡിക്റ്റബിളാണ്. ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത് കണ്ടും അടുത്ത സാധനം തന്നെ. ചുമ്മാ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും. ലാസ്റ്റ് ക്ലൈമാക്സ് ത്രില്ലിംഗ് അല്ല. കുഴപ്പമില്ല. ക്ലൈമാക്സ് കൂടെ ഒരു ഇത് മലയാളം ഡബിംഗ് അടിപൊളി പെർഫോമൻസ് അടിപൊളിയാണ്. അടിപൊളിയാണ്. VFX CG എല്ലാം നല്ലതായിരുന്നു.